തിന്നും കുടിച്ചും പരിക്കാതിരിക്കുക. പറയേണ്ട കാര്യങ്ങൾ പിന്നെ പറയണ്ടല്ലേ അമ്മേ? പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? പിന്നെ കുട്ടി പോകാൻ പറ്റുമോ, സമയത്ത് പോകാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ? ജന്മത്തിലുണ്ടാവും പോലെ പോകാതിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പിള്ളേരാണോ? എത്ര വയസ്സുണ്ട് പിള്ളേർക്കൊക്കെ? അമ്മയുടെ മക്കൾക്കേ എത്ര വയസ്സുണ്ടെന്ന്? 10, 15, 20 വയസ്സുള്ള പിള്ളേരാണോ അമ്മയുടെ പിള്ളേര്? ആണല്ലേ? അപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അപ്പം എന്നാലും അത് ഇച്ചിരി കൂടുതലാ അല്ലേ? നേരത്തെ ചെറുപ്പത്തിലൊക്കെ കിട്ടിച്ചല്ലേ? 10-18 വയസ്സായപ്പോൾ കിട്ടിക്കുമ്പോൾ പിള്ളേർ പ്രായം ഉണ്ടാവും. 10 വയസ്സെന്നാ പറഞ്ഞത്. അമ്മയ്ക്ക് 40 വയസ്സ്, പിള്ളേർക്ക് 10 വയസ്സ്. അപ്പൊ 30 വയസ്സ് കിട്ടിയോ? അപ്പൊ താമസിച്ച കല്യാണം കഴിച്ച, അല്ലെങ്കിൽ മക്കളുണ്ടാകാൻ താമസിച്ചു പോയി കാണും. പിന്നെ എത്രയുള്ള? 30-32 വയസ്സ്. എന്നാ 10-12 വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ടാവുള്ളൂ. ശരിയാ. യൗവനത്തിലോട്ട് പോവല്ലേ? അങ്ങനെ ഓർത്തിരുന്നോ? അതാ നല്ലത്. പ്രായമായെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുന്നത്. പ്രായം കുറവെന്ന് തോന്നുമ്പോ അത്ര ടെൻഷൻ ഇല്ല. അതെപ്പോഴും അങ്ങനെയല്ലേ? നമ്മൾ കണ്ടില്ലേ, അധ്യാപകർക്ക് എപ്പോഴും ചുരുക്കൂടെ നിൽക്കുന്നുണ്ടല്ലേ, യങ്ങേഴ്സുമായിട്ട് പിള്ളേരുമായിട്ടല്ലേ ഇടപെടുന്നേ. പിന്നെ അവരുടെ മനസ്സിൽ ഇപ്പം ടെൻഷനൊന്നും ഇല്ലല്ലോ. നമുക്ക് ടെൻഷനൊന്നും വെച്ചോണ്ടിരിക്കുന്ന കാര്യമില്ല, അതൊന്നും ഓർക്കുന്നില്ല. യങ്ങേഴ്സ് മൈൻഡ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടെൻഷനേ ഒന്നും ഇല്ലല്ലോ എലിക്കുട്ടിക്ക്. എന്തിനെങ്കിലും ഓർത്ത് ആകുലപ്പെടേണ്ട കാര്യമുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. ആകുലപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അറിയണ്ട. അതുകൊണ്ട് ആകുല. ഇതൊക്കെ അനുഭവിക്കുന്നവരിൽ ആകുലപ്പെട്ടാ പോരെ? ജീവിക്കേണ്ടത് എങ്ങനെയാന്നൊക്കെ അവര് പഠിച്ചിട്ടുണ്ട്. മക്കളെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലേ? മക്കളെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം കൂടുതലും ടെൻഷൻ അടിയാ മക്കളെ ഓർത്ത്, അല്ലേ? ഉള്ള കാരണവന്മാരൊക്കെ മക്കളെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരാ. ഇപ്പൊ ഉള്ള പിള്ളേര് ജോലിയാ. അമ്മയ്ക്ക് പിന്നെ അങ്ങനെ ഒരു വിഷമം വേണ്ട. അമ്മയ്ക്ക് വിഷമമുണ്ടോ? 3 പേര് ജോലിക്ക് പോവാ. ചെറുക്കന്മാർ 2 പേരും അവളും അവനും. ഇത് പിള്ളേരെ അവരെ സഹായിക്കാൻ ഓരോ കൂട്ടം ഉണ്ടാക്കി കൊടുക്കാൻ മേടിക്കാനൊക്കെ പോകും. അങ്ങനെയാണ്. അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? ഗവൺമെന്റിന്റെ ജോലി. എലിക്കുട്ടി അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? എലിക്കുട്ടി അമ്മയ്ക്ക്. എലിക്കുട്ടി അമ്മയ്ക്ക് എനിക്ക് 2-3-4 പേരുണ്ട്. 3-4 പേരുണ്ടല്ലേ? ആണും പെണ്ണുമായിട്ടാ? ആണും പെണ്ണുമായിട്ടാണോ? അവരൊക്കെ എന്നാ എടുക്കണം? അവരൊക്കെ ഓരോ ജോലിയല്ലേ. ആണോ? നേരത്തെ 10-12 വയസ്സേ ഉള്ളെന്ന് പറഞ്ഞു. അമ്മയുടെ അവസ്ഥ. എല്ലാവരും ഓരോ ജോലി, കുടുംബത്തും പുറത്തും ജോലി. ഇപ്പൊ എല്ലാവർക്കും മറവിയാണേ, മൊത്തത്തിൽ മറവിയാ. എല്ലാരും പറയുന്നുണ്ട്. അതിനെന്ന് വെച്ചാൽ ആരും വലിയ സമ്പർക്കങ്ങളൊന്നും ഇല്ലല്ലോ. നാട്ടിലൊന്നും ആൾക്കാരും ഇല്ല. ഒന്നും പണ്ടൊക്കെ അയൽവക്കം വഴി കയറി ഇറങ്ങി മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്യലായിരുന്നോ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അവനവന്റെ വീട്ടിൽ കുത്തിയിരിക്കുക. ആൾക്കാർക്ക് മേല. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം മിണ്ടിക്കൊണ്ട് ഓരോന്നൊക്കെ ഇരിക്കുവാണെങ്കിൽ പിന്നെ ഓർമ്മയിലുണ്ടാവും. ഇത് മിണ്ടാട്ടം കുറഞ്ഞു പോകുന്നതനുസരിച്ച് ഓർമ്മക്കുറവും ഉണ്ടാവും. പിന്നെ 100 അസുഖങ്ങളാണ്. ഇല്ല, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം അസുഖങ്ങളല്ലേ? അല്ലേ എലിക്കുട്ടിയമ്മേ? 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ അസുഖങ്ങളാണ്. 40ലോട്ട് കയറുമ്പോഴേ അസുഖങ്ങളാ തുടങ്ങുവാ. 40 വയസ്സിലോട്ട് കയറി കഴിയുമ്പോഴേ അസുഖങ്ങളാണ്. വ്യായാമക്കുറവാ. തിന്നും കുടിച്ചും പരിക്കാതിരിക്കുക. കാര്യത്തിനുള്ള ഓർമ്മക്കുറവ് ഇല്ലാതെ വരും. നടത്തിക്കൊണ്ട് പോകാനുള്ള ചെയ്യാനുള്ള ജോലിഭാരം കുറഞ്ഞുകൊണ്ടാണ്. ഇന്ന് പണി കുറവാന്നേ ആൾക്കാർക്കേ. പണികൾ കുറവാണ് എല്ലാവരും. പരിക്കാത്തിരുന്ന് പിള്ളേരൊക്കെ പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനെ പണിയൊക്കെ കുറവാണ് ആൾക്കാർക്കൊക്കെ. പ്രായമല്ലേ? മക്കളൊക്കെ വിദേശത്ത് പോയി കഴിഞ്ഞ് കാശൊക്കെ ആയി കഴിയുമ്പോ പിന്നെ അധികം അധ്വാനിക്കാനൊന്നും പോകണ്ടല്ലോ. ഭൂമിയിലൊന്നും പണിയുമില്ല. ഭൂമിയിലൊന്നും കുഴിച്ചു വെച്ചാലൊന്നും ഉണ്ടാവുന്നുമില്ല. ഇപ്പം പണിയുണ്ട്, അല്ലാതെ കാശുണ്ടമ്മേ. ഞങ്ങളുടെ കാലത്ത് പണി അല്ലേ? അമ്മയ്ക്ക് അത് മറക്കാൻ പറ്റിയല്ലേ?
ഓർക്കാൻ പറ്റി. നമ്മളത് അനുഭവിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റുമേ അല്ലേ? ചുവ പള്ളിക്കൂട്ടി പോകാൻ പറ്റുമോ, സമയത്ത് പോകാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ, എന്നതായിരുന്നു. പണിയോട് പണി അല്ലേ എലിക്കുട്ടിയമ്മേ? അത് കണ്ട പറമ്പ് എവിടെയല്ല കൃഷി പണി. അതിൻ്റെയൊക്കെ പുറകെ കൂടാം. ഒരാളും വെച്ചേ ഉള്ളൂ ആ അതുങ്ങൾ നടത്ത് വന്ന എന്തോരം പണിയാ. ആണുങ്ങൾ ചാച്ചൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ. 2-3 പേരുണ്ട്. അവരൊക്കെ ഓരോ സ്ഥലത്തല്ലേ, ഓരോ കാര്യത്തിനായിട്ട് നടക്കും. ഒന്നിലെ ജോലി അല്ലെങ്കിൽ വേറെ പണിയായിട്ട് അത് പോകും. ആരാ ചാച്ചൻ മാത്രമേ പണിയാനുണ്ടായിരുന്നല്ലോ? ചാച്ചൻ മാത്രമേ പണിയാനുണ്ടായിരുന്നല്ലോ. ആർക്കാ? പറമ്പിൽ പണിയാനായിട്ടേ. ആർക്ക്? ഇവിടെ എനിക്കോ? ഞങ്ങൾക്കൊക്കെ പണിയുണ്ടായിരുന്നു. ആ ഇപ്പോൾ സ്കൂളിൽ പറമ്പിൽ പണി കഴിഞ്ഞാണോ പോണേ? ഞങ്ങളൊക്കെ പണിയെടുത്ത് വന്നാൽ അത് ശരിക്കും നല്ല 10-30 രൂപ ശമ്പളം കിട്ടും. 10-30 രൂപ ശമ്പളം തരുമായിരുന്നു. 30 രൂപ ശമ്പളം അതാരാ തരുന്നേ? ശമ്പളം ആരാ തന്നോണ്ടിരുന്നേ? ശമ്പളം ഗവൺമെന്റിന് തരും. അതിനാ പണിയാ? അപ്പൊ അമ്മ ഗവൺമെന്റ് ജോലിക്കാരിയായിരുന്നോ? അമ്മ അപ്പം ഗവൺമെന്റ് ജോലിക്കാരിയായിരുന്നോ? ഞങ്ങൾക്കൊക്കെ അങ്ങനെയാ. ഇന്നമ്മ പിന്നെ ഗവൺമെന്റിൽ നിന്ന് ഇച്ചിരി പെൻഷൻ പൈസ കിട്ടുന്നത്. ജോലിക്ക് പോയായിരുന്നു. അന്ന് ഗവൺമെന്റ് ജോലിക്ക് പോയില്ല. ജോലി ചെയ്തിട്ട് മനുഷ്യനെ മടുപ്പിച്ച് ഒന്നും ചെയ്യും. ശരിയാ, അന്ന് ഗവൺമെന്റിൽ പെൻഷൻ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ല, അന്ന് ഗവൺമെന്റ് ജോലിക്ക് ശമ്പളം ഇല്ല. അതുകൊണ്ട് ആരും ഗവൺമെന്റ് ജോലിക്ക് പോയില്ലായിരുന്നു, ശമ്പളം ഇല്ലായിരുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അന്ന് ഗവൺമെന്റ് ജോലിയായി സാമാന്യക്കാർക്കല്ല ഉണ്ട്. അന്ന് ഗവൺമെന്റ് ജോലിക്ക് പോയില്ല. ആരും തന്നെ പോയി. എനിക്കതേ കുറിച്ച് അറിയാൻ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അന്ന് ജോലി അതുകൊണ്ട് ആദ്യം ആരും പോയില്ലായിരുന്നു. പിന്നെ ആയി വന്നപ്പോഴത്തേനല്ലേ ആനുകൂല്യങ്ങളും സംഭവങ്ങളും എല്ലാം കൂടി വന്നപ്പോഴത്തേനാണ്. അപ്പോൾ ഈ ജോലിക്ക് ആളില്ലാത്തതുകൊണ്ടാണ് അന്ന് കൃഷിയും പരിപാടിയായിട്ട് നടക്കുമല്ലോ എല്ലാവരും. അപ്പം പഠിത്തവും കുറവ്. അപ്പോൾ അതിനുവേണ്ടി ഈ ആളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചത്. അവസാന ആനുകൂല്യങ്ങളൊരു വരദാനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയായിപ്പോയി. അന്ന് എല്ലാവരും കൃഷിയും പരിപാടിയായിട്ടൊക്കെ. അന്ന് കൃഷി ചെയ്താൽ പൈസ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, ജോലിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. വേറെ വളങ്ങളൊന്നും വേണ്ടില്ല, അവനവൻ്റെ തന്നെ പാല ചാണകം കൊണ്ട് വളമായിട്ട് ചാണകം കൃഷി എല്ലാ സാധനവും ഉണ്ട്. എല്ലാം വെച്ചിട്ടുള്ള പരിപാടികളല്ലേ. ചാണകവും ചാരവും പിന്നെ അതെല്ലാം പറിച്ച് തിന്നുന്നു അല്ലേ, വിഷമൊന്നുമില്ല. അതാ ഇപ്പം പറഞ്ഞത്, ഇന്ന് പള്ളിയിൽ പോയിട്ട് വന്നപ്പം പറഞ്ഞത് ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം മരിച്ചു പോവല്ലേ. ഒരു 40-50 ഇടയ്ക്കല്ലേ മരണം കൂടുതൽ. ഇതെല്ലാം വിഷമല്ല തിന്നത്. പിന്നെ വ്യായാമക്കുറവുണ്ട്. പിന്നെ കുറെ 80 കഴിഞ്ഞ ആൾക്കാർ കുറേ വീട് വഴി ഇരിപ്പുണ്ട്, പ്രായമായവര്. അവരെന്ന് പറയുമ്പോൾ ഈ വിഷമൊന്നും തിന്നിട്ടുള്ളവരല്ല. അവർക്ക് അതിൻ്റെതായ വിഷം തിന്നത് തന്നെയല്ല, അവർ പട്ടിണി കിടന്ന് അധ്വാനിച്ചാൽ പിന്നെ അധ്വാനം ഉണ്ടായിരുന്നു അവർക്ക് അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതെല്ലാവരും അതെ ജീവിച്ചിരിക്കുന്ന കാരണന്മാരെല്ലാം അങ്ങനെ ജീവിച്ചവരായതുകൊണ്ടാണ്. ലഞ്ചിയൊക്കെ പറമ്പൊക്കെ എന്തോരം കൃഷി പരിപാടികൾ അവിടെ ഇവിടെയും. അമ്മയുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ അവിടെയൊക്കെ ഒത്തിരി പണിതിട്ടുണ്ടാവും. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പറമ്പിൽ പണി ചെയ്തിട്ടാണോ പൊയ്ക്കൊണ്ടിരുന്നത്? സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴേ പള്ളിക്കൂടത്തിൽ പോയാലായിരുന്നോ എലിക്കുട്ടിയമ്മ? അവൻ പണിയൊക്കെ കഴിഞ്ഞിട്ടാണോ പോണേ? പറമ്പിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടാണോ പോണേ പള്ളിക്കൂടത്തില്? ആണോ? രാവിലെ ഒന്നും പറമ്പിപ്പണിയൊന്നുമില്ല. സ്കൂളിൽ വിട്ട് എന്ന് കഴിഞ്ഞിട്ടുള്ള പറമ്പിപ്പണിയായിരുന്നു. അല്ലാത്ത സമയത്ത് എല്ലാവരും പണിക്ക് പോകുമായിരുന്നല്ലേ? പിന്നെ 3-5 മക്കളില്ല. എല്ലാവരും കൂടെ അങ്ങോട്ട് പറമ്പിലോട്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തീരിയല്ലേ. പെട്ടെന്ന് തീരിയല്ലേ, മത്സരമല്ലേ. എല്ലാവരും ഒരുമിച്ച് അകത്ത് ചെയ്യാനുള്ളവർ അകത്തും പുറത്ത് ചെയ്യാനുള്ളവർ പുറത്തുമായിട്ടെല്ലാം പ്രത്യേകം പാകം ചെയ്ത് പണിയെടുത്ത് ഉണ്ടാക്കുമായിരുന്നു. വീട്ടാനൊന്നും പോയല്ല. 4 പേരും ഒരുമിച്ചാണ്. അതെ, പരസ്പര സ്നേഹമില്ലാഞ്ഞിട്ടാമേ. എല്ലാവരും അങ്ങ് ചെയ്യുക. സ്നേഹമേ, പരസ്പരം സ്നേഹമില്ലാഞ്ഞിട്ടായി പീഡാൻ പോകുന്നത്. മത്സരമില്ല, സ്നേഹക്കുറവില്ല. അപ്പൊ അവിടെ പീട്ടല് വരുന്നില്ല. അവർക്ക് അന്നത്തെ അടച്ച് എല്ലാവരും ഒരുപോലെ ആയിട്ടാ അവർ കണക്കാക്കണം. ജോലി ചെയ്യുന്നതും കുടുംബത്തിൽ ചെയ്യുന്നതും ഒക്കെ കാരണന്മാർക്കുമില്ല. അങ്ങനെ വേണം, എന്നാലും ഉള്ള കുടുംബം രക്ഷപ്പെടുള്ളൂ. ഇടകൊണ്ടെല്ലാം അടിച്ച് പൊളിച്ച് തകർത്ത് കളി.
4 പേര് ഒരുമിച്ചാണോ ഈ സ്കൂളിൽ പോയിട്ട് വരുന്നത്? 3-4 മക്കളുണ്ടെങ്കിൽ പണിയെടുത്തില്ലെങ്കിൽ എന്താ ചെയ്യും? അതെ, എങ്ങനെ ജീവിക്കും അല്ലേ? അവരുടെ ഇഷ്ടത്തിന് അവർ വെള്ളം കുടിച്ചും ചാരായം കുടിച്ചും ഇതൊക്കെ 4 വാട് പോയാൽ എന്തെങ്കിലും ചെറിയ ചൊറി അവർക്ക് കഴിക്കാനും കിട്ടാനുള്ള പൈസയ്ക്കുള്ള പണിക്കുള്ളതായിട്ടൊക്കെ പോകും. അമ്മ അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാര്. അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു ആണോ? അന്നത്തെ കാലം. ചാരായല്ലേ? ഞങ്ങൾക്കാരുമില്ല. ഞങ്ങൾക്കാരുമില്ല. അന്ന് ചാരായം ഉണ്ടല്ലോ സമയമല്ലേ? ചാരായത്തിന് വില കുറവ്. അന്നത്തെ കാലം മാറ്റമുണ്ട്. എല്ലാം വിഷവാ അല്ലേ? എല്ലാം വിഷവാ. എല്ലാം വിഷമാണ്. 4 കുടിക്കും അല്ലേ? മക്കൾ പണ്ട് ജോലി ചെയ്തപ്പോൾ കൊണ്ടുവന്ന പൈസ പകുതിക്ക് പൈസയായി അവർ അടിച്ച് പൊളിച്ച് തീർക്കും, കുടിച്ചെല്ലാം കളയും. അന്നങ്ങനെ അടിച്ചു പൊളിച്ച് കളയാൻ പൈസ ഉണ്ടോ? ഇച്ചിരി പൈസയില്ലേ ഉള്ളൂ പണി ചെയ്താൽ കിട്ടുന്നത്. അവർക്കൊരു ഉത്തരവാദിത്തം ഇല്ലാത്തവരങ്ങനെ ചെയ്യുന്നേ ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനെയുള്ളത്. ശരിയാ. അവർക്ക് നോട്ടമില്ല, അന്നന്ന് തിന്നുക ജീവിക്കുക എന്നുള്ളത് മാത്രമേ. മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഒന്നും ഇല്ല, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നേ ഇപ്പോഴും. കുറച്ചൊക്കെ ഉണ്ടെന്ന്. അന്നത്തെ മോഡൽ ആൾക്കാർ എല്ലാം പോകത്തില്ലെന്നേ. കുറെ എണ്ണം ഉണ്ട്. എന്നാന്ന് വെച്ചാ ചെറുതെല്ലാം വന്ന് ഒരു അലപ്പ് പിടിച്ച് നടന്നതുകൊണ്ട് ഒരു ഉത്തരവാദിത്വം. വീട്ടില് മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കാതെ നടക്കുന്നവര്. കുടുംബം എന്താണെന്ന് പോലും അറിയാൻ മേലാത്ത അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി തള്ളിയിട്ടേക്കുക. അതെ അതെ. കാരണന്മാർക്കും ഇളയ സഹോദരങ്ങൾക്കും വേണ്ടി. അപ്പൊ മൂത്തവരാണോ അന്ന് പണിയല്ല തല്ലിപ്പൊളിച്ച് നടന്നേ? കൊണയില്ലല്ലേ? അമ്മയുടെ മക്കളൊക്കെ മൂത്തൊക്കെ നല്ലതല്ലായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. പിന്നെ മൂത്ത പെൺമക്കളും ആൺമക്കളും ഒക്കെ ഒരു കുഴപ്പമില്ല. ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുകയും എവിടെ പോകണമെങ്കിലും പോയി ആ കാര്യം സാധിച്ചോണ്ട് വരികയും ചെയ്യും. അന്നും വേറെ കാര്യന്നേ, അന്ന് ഒത്തിരി പിള്ളേരും ഇല്ലേ? ഞാനും കാരണവരും ഒരു കാര്യത്തിലും പോകേണ്ട ആവശ്യമില്ല. അന്നേ അന്ന് പോകുന്നെന്ന് പറയാൻ വേറെ കാര്യമുണ്ട്. അന്ന് ഒത്തിരി 5-10 പിള്ളേരൊക്കെ അല്ലേ ഒരു വീട് വഴിയൊക്കെ. അവർക്ക് പിള്ളേർക്ക് ഇങ്ങനെ കണ്ടമാനൊരു പൈസ ചെലവാക്കണം, പുറത്തേക്ക് യാത്ര ചെയ്യണമെങ്കിലും ഒന്നും. അന്ന് അങ്ങനെയൊന്നും ഇല്ലമ്മ. ഇന്നാമ ഇതെല്ലാം യാത്ര ചെയ്യണമെന്നും പൈസ ചെലവാക്കണമെന്നും പിന്നെ അതൊക്കെ ചിട്ടയിലും ആരെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ സന്താനങ്ങൾ ഇന്നും കുറെ എണ്ണം പിഴയാ ആണല്ലേ? പിന്നെ പാരമ്പര്യം പോരും. പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോരുവാ. എല്ലാ കാര്യത്തിലും പാരമ്പര്യം ഉണ്ടല്ലേ മേ? പിന്നെ എല്ലാ കാര്യത്തിലും ഉണ്ട്. അത് മനുഷ്യനെ ഈശ്വര സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുതൽ ഇതെല്ലാം സംഭവിക്കും. മുട്ടക്കറി ജോമോനുള്ള മുട്ടക്കറി അത് കഴിക്കാൻ വന്നു. അപ്പം ഫോൺ വന്ന് അങ്ങ് പോയി. എന്നാ വണ്ടി വന്ന് കേൾക്കാം. വണ്ടി വന്നോ? ആരാ അത്? ഞാനിങ്ങനെ അറിയാം. അമ്മയ്ക്ക് അറിയത്തില്ലേ? അവൾ വണ്ടി തുറക്കുവാ. വണ്ടി തുറക്കുവാണോ? ആരൊക്കെയത്? 2 വണ്ടിയുണ്ടല്ലോ. 2 വണ്ടിയൊന്നും, ഒരു വണ്ടിയല്ലേ ഉള്ളൂ? ഒരു വണ്ടിയേ ഉള്ളൂ. ഒന്നാണ്ട് ഇതിപ്പോഴാ തുറക്കണം. ഇപ്പുറത്താ പെണ്ണുങ്ങളും ഉണ്ട്. 2-3 പെണ്ണുങ്ങൾ 2-3 ഉണ്ടോ? 2-3 പെണ്ണുങ്ങളൊന്നുമില്ല, ഒരാളേ ഉള്ളൂ. അച്ഛനാണോ? ആണോ? അച്ഛനാണോ? ജാക്ക് എന്നാ പറയണ്? ജാക്ക് മനസ്സിലായല്ലോ. ജാക്ക് മിണ്ടുന്നില്ലല്ലോ. അച്ഛനാന്ന് പറഞ്ഞു പോകണ്ട്. സുഖാണോ? മനസ്സിലായി. അമ്മച്ചക്ക് സുഖാണോ? സുഖ. അമ്മച്ചി ഇപ്പൊ എവിടെയാ താമസം? മോന്റെ കൂട്ടത്തിലാ. ആണോ? ഉത്തർപ്രദേശിലാ.
വിദേശത്താണ് ആ യു പിയില് മറ്റേ സ്ഥലമൊക്കെ പെട്ടാണ്. അവിടെ എന്നാ വിശേഷം? എന്നാ വന്നേ ഞാൻ ഇന്നലെ വന്നോളൂ. ഉള്ളോ? പറ്റില്ല കുറവ് ഇതാ കിടച്ചാൽ പിന്നെ പോവും ഓ അവിടെ അവിടെ ജോലിയാണോ ദിവസം? അവിടെ ഒരു പള്ളിയിലാണ്. പള്ളിയിൽ അച്ഛൻ പള്ളിയിലിരിക്കുവാണ്. ആ ഇടവകയില്. ഓ അത് എങ്ങോട്ടും പോകത്തെ ആ എപ്പോഴും അവിടെ ഓരോ കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളായിട്ടുണ്ട്. ആവശ്യപ്പെട്ട സമയത്തൊക്കെ ആള് വേണം. അവിടെ വേണം. ആരാ മനസ്സിലായി പറഞ്ഞു കൊടുത്തോ? അമ്മയ്ക്ക് ആരാന്ന് മനസ്സിലായോ അമ്മ? ഞാൻ ചോദിച്ചില്ലേ മനസ്സിലായോ? ആ മനസ്സിലായി. എന്നാ പറഞ്ഞു? ആരാ ആരാ ആരാന്ന് മനസ്സിലായോ? ഇവരൊക്കെ ആരാന്ന് മനസ്സിലായോ? ജോഹ്മോളുടെ അമ്മയും ആങ്ങളെയാ. ആണോ? ആ നിന്റെ മനസ്സിലായിരുന്നു. അവരുടെ കുടുംബക്കാരാ. അച്ഛൻ്റെ കുടുംബക്കാരാ. ആ ആങ്ങള അമ്മ. ആണോ? ആ അത് ശരി. ആ ആനിയമ്മ. ഓർ മറന്നുപോയോ? ആളുകൂടെ വന്ന് വർത്താനം പറഞ്ഞാൽ മറന്നുപോയോ ആനിയമ്മ? ആ എന്നും വിളിക്കണില്ലല്ലോ, വല്ലപ്പോഴും അല്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന അമ്മ. അപ്പം മറന്നു പോവും. ആ കൂടുതൽ നടക്കും പോലെ അല്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നു. ഇതിപ്പോ വല്ല ആഴ്ചയിൽ 1-2 ദിവസം ഒന്ന് കാണുവോ, ഒന്ന് പറയോ, ഒന്ന് പോവുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് മനസ്സിൽ നിൽക്കുമോ? അത് വിട്ടുപോയി അല്ലേ. പിന്നെ സുഖമാണ് അച്ഛനൊക്കെ. അമ്മ കാപ്പി കുടിച്ചോ? ആ എന്നാ കഴിച്ചത്? ഇപ്പൊ എന്നാ കാപ്പി പിടിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഇതല്ല 11 മണി ആയില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ രാവിലെ? 7 മണിക്കത്തെ പ്രാതല്. 10:30 എത്രയാണ്? 10:30. ആ 10 ആയിക്കോട്ടെ. നമുക്ക് അപ്പൊ അങ്ങനത്തെ കഴിക്കുമല്ലോ. ഇല്ല അപ്പം തിന്നായിരുന്നു. അപ്പൊ കഴിച്ചെന്ന് പറഞ്ഞു. അപ്പം തിന്നു. അപ്പൊ അത് കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോ അത് രാവിലെ. ആ രാവിലത്തെ കഴിച്ചതാണ് ഈ ചോദിക്കുന്നത്. ആ രാവിലെയൊക്കെ കഴിച്ചു. അതെ രാവിലത്തെ പ്രാതല് കഴിഞ്ഞു. രാവിലെ ചായ ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ജീവി നല്ല ഇതായിട്ടിരിക്കുവണ്ട. ഈ വെട്ടി ഇന്ന് ഒതുക്കണം ഇച്ചിരി. വേണോ? കൊണ്ടുപോകണം. അവിടെ ഉള്ളൂ, ഞാൻ തന്നെ വെട്ടുന്നേ ഉള്ളൂ. ഒത്തിരി കാലാവസ്ഥ എടുത്താണ്. അവിടുത്തെ കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര ചൂടൊക്കെയാ. ഇപ്പൊ തണുപ്പ് തുടങ്ങും അവിടെ. ഈ നവംബർ മാസം മുതൽ തണുപ്പ് തുടങ്ങും. ഇനി 1 മാസം കഴിയുമ്പോൾ തണുപ്പിന്റെ സമയമല്ലേ. 1 മാസം കഴിയുമ്പോൾ തണുപ്പ് സമയം. ഇവിടെ ഇപ്പൊ ഉണ്ടല്ലേ തണുപ്പ്? ഇല്ല. മഴ പെയ്യുമ്പോൾ തണുപ്പുണ്ട്, അല്ലാതെ ചൂടാ. നമുക്ക് ആവശ്യത്തിന് ചായ മതിയോ? ജീരകവെള്ളമാണോ? കരിഞ്ഞാലി വെള്ളം നോക്കി. അമ്മയ്ക്ക് അറിയാമോ തരട്ടെ? വേണ്ട, ഞാൻ മധുരമൊക്കെ പോയി കവർ കുടിക്കണ്ടേ. വേണ്ട, അച്ഛൻ കഴിക്കാൻ ചായ കുടിച്ചായിരുന്നു. ഗിരീഷ് അച്ഛൻ കഴിക്കാൻ അങ്ങനെ അവിടെ പോയാ എടുത്ത് പോയാ ഒരു മധുരമൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ചവിട്ടത്ത് ഏത് ഇവിടെയാണോ? ആ അതങ്ങനെ ഉള്ളതാ. ഒരു പാട് ഒരു വീക്കലി അല്ലേ? അവിടെ ആ നമ്പറുണ്ടോ? ഇല്ല, ഒന്നുമില്ലെന്നേ. അതങ്ങനെ ഉള്ളതാ. ചിലവൊക്കെ ഉണ്ട് അങ്ങനെ 2 സൈഡും അല്ലേ? വെറൈറ്റി ഉണ്ടാവും, ജന്മത്തിലുണ്ടാവും പോലെ പോന്നിരിക്കുക. അതിന്റെ അങ്ങോട്ട് ഈശ വിളിക്കുന്ന വരെ ഇതിവിടെ ഇരിക്കും അല്ലേ? മറുക് പോലെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് നേരത്തെ പോലെ ഉള്ളതല്ലേ. ഒരുമാതിരിക്കാർക്കെല്ലാം ഉണ്ട്. ഇത് ചിലരൊക്കെ കുറച്ച് പ്രായം ആയിക്കഴിയുമ്പം ഇങ്ങനെയൊക്കെ കൂടുതലായി വരുമ്പോൾ കാർത്തന്മാരെയൊക്കെ കാണാനായിട്ട് എപ്പോഴും പോവുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരും പറ്റില്ല. കാർത്തന്മാരെന്തോ അത്ര ഉള്ളവരുണ്ട്, തേവുള്ളവരില്ല. അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ നന്മനുഷ്യമുള്ളവരുണ്ട്. അച്ഛനൊക്കെ എന്നാ പോണം? ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോകും. 2 ദിവസം കഴിയും പോകും. അധികം ദിവസമൊന്നുമില്ല. 2 ദിവസം അവധിയായിട്ട്. ഇപ്പം ഏത് പള്ളിയിലായിരിക്കണേ? ഞാൻ അവിടെ ഉത്തർപ്രദേശ് ഒരു ഗ്രാമത്തിലുള്ളൊരു പള്ളിയാണ്. അമ്മയ്ക്ക് വെള്ളം ഗിരീഷ് വേണം. അച്ഛൻ കഴിക്കാൻ ചായ അവിടെ പോയോ? അടന്നാ വന്നത്. അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പോകുന്നതിൻ്റെ പേര് ചേട്ടായ. അവിടുന്ന് പിന്നെ ജിനീഷത്തിൻ്റെ അടുത്ത് പോയി. പിന്നെ അവിടുന്ന് തിരിച്ചു. അമ്മ കരിഞ്ഞാലി വെള്ളം കുടിക്കുന്നില്ലേ? കരിഞ്ഞാലി വെള്ളം കുടിക്കുന്നേ? ആ അമ്മ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടല്ലേ? വെള്ളം കുടിക്കുക കുറവാ. വെള്ളം കൂടുതൽ കുടിക്കണം. അസുഖങ്ങളൊക്കെ കുറയണം. ആ നേരത്തെ കൊമ്പനത്തോണ്ട് വെച്ച് അടച്ച് കുടിച്ചോണ്ടിരുന്ന
അത് പറഞ്ഞു ഇപ്പോൾ കൊടുത്താലും കുടിക്കില്ല. അമ്മയ്ക്ക് എല്ലാ ഓരോ മണിക്കൂറിലും ഒരു പകുതി വാർത്തയായിപ്പോയി 5-6 മാസത്തിൽ വെള്ളം കിട്ടാനില്ല. ഇത് വെള്ളം കിട്ടാനില്ല. എല്ലാ ദിവസവും അമ്മയ്ക്ക് 1-2 മണിക്കൂറിനിടയിൽ ഒരു പകുതി ഗ്ലാസ് വെള്ളം വീതം കുടിച്ചിട്ടിരിക്കണം. 5 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയണേ. എന്നാലും അമ്മ എപ്പോഴും ഓരോ 2 മണിക്കൂറിനുള്ളിൽ വെള്ളം ഇത് കുടിച്ചു വെച്ചിട്ട് ഇത് കുടിച്ചോ, നമ്മളൊക്കെ പിന്നെ കുറച്ച് കുടിച്ചോണ്ടില്ല. ആ അങ്ങനെ വെള്ളം കുടിയുടെ ആസാദ്യം എന്തോരാ കുടിക്കുന്നതെന്നറിയാവോ എടുത്തു വെച്ച്. അറിയാവല്ലോ അതിന്റെ കാര്യം, നമുക്ക് അത്ര അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അല്ല അമ്മ കുടിച്ചോണ്ടിരുന്നതാണ്. വെള്ളം കുടിക്കുന്നതിന് ഒത്തിരി രോഗം മാറ്റമുണ്ടാവും. പിന്നെ ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളുടെയും കാരണം നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്നത്. പിന്നെ മൂത്ര സംബന്ധത്തിൻ്റെ ഇപ്പം നല്ല വേനലല്ലേ, അപ്പം വെള്ളത്തിൻ്റെ പുറത്ത് ജീവിക്കാൻ പറ്റും. ഞങ്ങളുടെ അവിടെ അത് വിൻ്റർ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൂടി എല്ലാവരുടെയും കിട്ടും. ആർക്കും വെള്ളം കുടിക്കാൻ തോന്നിയില്ല. വേർപ്പില്ല. ഞാൻ കുറവിടിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടേ ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അന്നേരം പറഞ്ഞു നല്ല വെള്ളമായിരിക്കണം. നല്ല വെള്ളം. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഉത്തർപ്രദേശിലെയൊക്കെ ഏറ്റവും കൂടുതൽ വെള്ളം കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ്. ഒരു 100-150 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ താഴെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നദി ഒഴുകുന്ന പോലെ ആയിരിക്കും വെള്ളം. വെള്ളമില്ല, നല്ല വെള്ളമാണ്. പിന്നെ കുറേ സ്ഥലങ്ങളിലെ വെള്ളത്തിന് എന്നാ പറയണത്, അതിലിത്തിരി ഹാർഡായിരിക്കും, കട്ടിയുള്ള വെള്ളമായിരിക്കും. പക്ഷെ അവിടുത്തെ അതിൻ്റെ രീതി വേറെ സോപ്പ് ഉണ്ടാകും. സർഫ് എക്സൽ അതിന്റെ കാര്യം അത് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വ്യത്യാസമാണ്. ഞാനും കൊണ്ടുപോയിരുന്നു ഇവിടുത്തെ നീളത്തിലുള്ള സോപ്പ് കൊണ്ട് കണ്ടിച്ച് കഷ്ണമായിട്ട് ഒരു പതി അല്ലാതെ വരുന്നില്ല. അവിടുത്തെ സോപ്പ് കൊണ്ട് അവിടെ പതിവുള്ളൂ നല്ലപോലെ. വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ല. ഇത് കുഴപ്പമെന്ന് പറഞ്ഞാലും മഴവെള്ളം വന്നു കഴിയുമ്പം അവിടെ എല്ലാം കുഴൽക്കിണറുകളാണ്. അമ്മേ അവിടെ എല്ലാം കുഴൽക്കിണറുകളാണ്. ഈ കൈ കൊണ്ട് ഇങ്ങനെ ഓരോ വീട്ടിലും 2 കുഴൽക്കിണർ, 1 കുഴൽക്കിണർ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വില്ലേജുകളിൽ പോവുകയാണെങ്കിൽ, ഗ്രാമങ്ങൾ പ്രദേശത്ത് പോവുകയാണെങ്കിൽ അവർക്ക് ഈ ടാങ്ക് ഒന്നുമില്ല. ഈ വീടുകളിൽ നമ്മളിപ്പോൾ ഈ പൈപ്പ് തിരിക്കുന്ന പോലെ പരിപാടിയൊന്നുമില്ല. അവർക്ക് 1 കുഴൽക്കിണർ വീണ്ടും നമ്മൾ ഉണ്ടാക്കും. എല്ലാ ആവശ്യത്തിനും അവിടെ നിന്ന് വെള്ളം എടുത്ത് കുളിമുറിയിൽ കൊണ്ടുപോവുക, ആഹാരത്തിന് വേണ്ടി മൂടി വെക്കുക. ആദ്യത്തെ ദിവസത്തിൽ കുഴൽക്കിണർ അവർ ഹാൻഡ് പമ്പ് ഇങ്ങനെ ചലിപ്പിക്കാൻ നേരത്ത് ഒരു 5 ബക്കറ്റ് വെള്ളം അവർ ആദ്യം അടിച്ചു കളയണം. ആ കുഴലിൻ്റെ അകത്ത് കിടക്കണത് ചെളിയുണ്ടാവും അല്ലേ? എന്താ ചെളിയുണ്ടാവും. അത് പുറത്തിറക്കി അഴുക്കുണ്ട്. പിന്നെ തണുപ്പ് കാലങ്ങളിലും ചൂട്, ആ വെള്ളം താഴേന്ന് വരുന്നത് ചൂട് വെള്ളം പോലെ വന്നെ ഇല്ല. തണുപ്പ് കാലത്ത് ചൂട് വെള്ളത്തിൽ കുളിക്കാൻ പറ്റും. ആ വെള്ളം ഒരു നോർമലായിട്ടുള്ള ഒരു ചൂടായിരിക്കും. അപ്പം അതുകൊണ്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചൂട് കാലത്ത് ഈ വെള്ളം തണുപ്പായിരിക്കും, കാരണം താഴേന്ന് വരുന്ന വെള്ളമാണ്. മാറ്റം. അപ്പം അതിന് ആനുപാതികമായ തുല്യമായ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ വെള്ളം നല്ലതാണ്. നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ പിന്നെ എല്ലാ വീടുകളിലും ആ പൈസയ്ക്കുള്ള വീടുകൾ, റിച്ചായിട്ടുള്ള എല്ലാ വീടുകളിലും അവർ ഈ വാട്ടർ പ്യൂരിഫൈഡ് വെക്കും. വെള്ളം മറ്റിലൂടെ കൊടുക്കും. വെള്ളം എല്ലായിടത്തും കാര്യമല്ല, കിണറിന്റെ വ്യത്യാസം പോലെയാണ്. പിന്നെ സിറ്റികളിലൊക്കെ അവർ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. കുപ്പിവെള്ളം സിറ്റികളിലൊക്കെ അങ്ങനെ കൊണ്ട കൊടുക്കും. അതിന് നല്ല പൈസ കൊടുക്കണം. പൈസ കൊടുക്കണം. ഒരു കുപ്പി വെള്ളത്തിന് 35 രൂപയാണ് ഇവിടെ. അങ്ങനെയൊക്കെയാ. 10 ലിറ്ററിന്റെ ഒരു കുപ്പി വെള്ളത്തിന് 35 രൂപ. കമ്പനിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന വലിയ കമ്പനിയിൽ നിന്ന്. അപ്പോൾ ഇവര് പെർമനന്റ് ആയിട്ട് എടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ. അപ്പം മറ്റേ വലിയൊരു ആ കുപ്പിക്കകത്ത് 20 ലിറ്ററല്ലേ? 20 ലിറ്ററാണ്. 20 ലിറ്ററാണ്. പക്ഷെ അതെല്ലാം അവർക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് ആ വില കുറവ്. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ വാട്ടർ, ഇത് വാട്ടർ പ്യൂരിഫൈ ചെയ്ത വാട്ടർ. അത് വ്യത്യാസമുണ്ട്. ഒരു ദിവസം 2 വേണം. ആഹാരത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ആഹാരം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്ഥലത്ത് വെള്ളം കുഴപ്പമില്ല. ഞങ്ങളുടെ അതൊക്കെ മറ്റേ വെള്ളം. ഞാൻ നിൽക്കുന്നിടത്ത് വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ല. എന്തോ ഒരു നേരം ഇപ്പോൾ ഒരു വർഷം മുഴുവൻ ഇങ്ങനെ വെള്ളം അടിച്ചോണ്ടിരുന്നാൽ അതിന്റെ വെള്ളം തിരിയില്ല.
അവിടെ ഇങ്ങനെ ഒരു വർഷം മുഴുവൻ നമ്മളിങ്ങനെ മോട്ടർ ചലിപ്പിച്ചാൽ ഒരിക്കലും വെള്ളം തീരില്ല. വെള്ളം ഉണ്ടെങ്കിൽ മാത്രം 1000 ഡിഗ്രിയോളം നമ്മുടെ കിണറുകളിലൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നമ്മൾ വെള്ളം അടിച്ചെന്ന് വിചാരിച്ചു മോട്ടർ കൊണ്ട്, ആ വെള്ളം തീർന്നു പോയില്ലേ. അവിടെ ഒരു വർഷം മുഴുവൻ അടിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഒരിക്കലും തീരില്ല. നമുക്ക് വൃത്തിയായിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണം. അല്ലാതെ വേറെ സ്ഥലത്തു നിന്നൊക്കെ വന്നാൽ ഒന്നും ശരിയായി. പലരും കൂടി ഉള്ളതും പിള്ളേരൊക്കെ പോയാ സ്കൂളിൽ? എന്നാലും ഇവിടെ ചൂടല്ലേ എപ്പോഴും. ചൂടാ ഇവിടെ ഇപ്പം അവിടുത്തെ കാലാവസ്ഥ ഉച്ച 12 ചൂടും തണുപ്പും. അവിടെയൊക്കെ വെള്ളം ഉണ്ടോ? ഞാൻ നിൽക്കുന്നത് വില്ലേജിലൊക്കെ വെള്ളം ഇഷ്ടംപോലെ വെള്ളം. ചൂടുണ്ട്, കായലുണ്ട്. നമ്മൾ കായൽ എന്ന് പറഞ്ഞാൽ നദിയുണ്ട്, നദികൾ. തോട് യമുന നദിയുണ്ട് അവിടെ, ഗംഗാ നദിയുണ്ട്. ഒരിക്കലും പറ്റിയില്ല നദി. അതിൻ്റെയൊക്കെ ഉത്ഭവം ഹിമാലയത്തിൽ നിന്നാണ്. മഴയില്ലേലും മഞ്ഞുരുക്കി വെള്ളം വരും അതിനകത്ത്. വലിയ ബാക്കിയല്ലേ അതെല്ലാം പുണ്യ നദികളെന്നാണ് പറയണേ. നമ്മളൊക്കെ പുറത്തൊന്നും വല്ല അല്ലല്ലോ. പുറത്തുനിന്നല്ല, നമ്മുടെ തന്നെ ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടാകും. അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്. പുണ്യ നദികളാണ്, പുണ്യ നദികൾ. നമ്മളതേപ്പറ്റായിട്ട് ചിലവാക്കാതെ നീന്തറായി നിൽക്കുകയും ചെയ്യും. ഒത്തിരി ചിലവാക്കി വെള്ളത്തിന് കണക്കില്ല. പെട്ടെന്നൊക്കെ തീർന്നും പോകും. അതുകൊണ്ടല്ലേ പണ്ട് നമ്മൾ കോരി കുടിച്ചിട്ടിരുന്ന വെള്ളം കാശ് കൊടുത്ത് മേടിക്കുമല്ലേ ഇപ്പം. വെള്ളത്തിന് ഒരു കൂട്ടത്തിന് വേറല്ല, എന്തെല്ലാം കൂട്ടത്തിനും വെള്ളം വേണം. മറ്റുള്ളതൊക്കെ ഒരു നിയന്ത്രണമില്ലേ ഓരോ കൂട്ടത്തിന് ഇന്നത് വേണം ഇന്നത് വേണം. കറക്റ്റാ പറഞ്ഞത്. വെള്ളത്തിന് മാത്രം ഒരു നിയന്ത്രണമില്ല. നമ്മൾ സ്വർണ്ണ പൈസ കാര്യത്തിനൊക്കെ നിയന്ത്രണം ചെയ്യുള്ളൂ. വെള്ളം മാത്രം നമ്മൾ ഇവിടെ വെള്ളം കോരി കുളിക്കുന്നു. യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ സ്പഞ്ച് ബാത്താണ്. 3 മക്കിൻ്റെ അകത്ത് വെള്ളം കൊണ്ട് അവർ കുളിച്ച് കഴിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ സ്പോഞ്ചിൻ്റെ അകത്ത് വെള്ളം മുക്കും, ഇച്ചിരി എന്നാ പറയണ അവരുടേതായ ലോഷനൊക്കെ ഇട്ടിട്ട് പിന്നെ അതുകൊണ്ട് വൈപ്പ് ചെയ്യുമായിരുന്നു, ബോഡി വൈപ്പിങ്. അവർ നമ്മളിവിടെ വെള്ളം കെട്ടി ഇങ്ങനെ കുട്ടികളൊക്കെ കോരി ഒഴിച്ചോണ്ടിരിക്കും. ചൂട് വെള്ളം കുടിച്ചിട്ടാ കണ്ണിന് നല്ല കാഴ്ചയാ. പക്ഷെ സമ്മതിക്കത്തില്ല. ആ പറയും കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിയില്ല എന്നൊക്കെ പറയുള്ളൂ. അത് സംസാരിച്ചിട്ടുണ്ടാകുമോ കുത്തിയിരുന്നകത്ത്? വേർത്തതേ അത് തന്നെ, അത് എനർജി റിലീസിങ് അല്ലേ. ജോലി ചെയ്യണമെന്നില്ല. അമ്മയുടെ കണ്ണ് ലേസർ ചെയ്തല്ലേ, ഒരു കണ്ണ് ലേസർ ചെയ്താ തിമിരത്തിന്. ലേസർ ചെയ്തുകൊണ്ടാണ് അത്രയും. അത് ഏറ്റവും കൂടുതൽ ലേസറാണ് വെച്ചിരുന്നത്. നല്ല ലേസർ വെച്ചാൽ 35,000 മുതൽ അന്ന് 25,000 രൂപ വർഷം. 40,000-45,000 രൂപ വരെയാണ് പുറത്തുനിന്നുള്ളതായിരിക്കും. 10 വർഷത്തോളായില്ലേ തിമിരത്തിന്റെ ഇത്. തിമിരത്തിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലെൻസ് വെക്കാൻ വേണ്ടി. ഇപ്പൊ ലെൻസ് വെക്കുന്ന നല്ലത്. നമ്മുടെ പള്ളിയിൽ അച്ഛൻ്റെ ലെൻസ് വെച്ചേക്കണം. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴായിരുന്നു എത്ര ദിവസം? ഒരാഴ്ചയോളം. ഞാൻ ഒരാഴ്ച ഉള്ളൂ. ഒത്തിരി ആൾക്കാരുണ്ടോ? ഉണ്ടമ്മ, ഒത്തിരി പേരുണ്ട്. 10 കൂടുതലാണ് അച്ഛന്മാർക്ക് ഒട്ടും വിശ്രമായി. അച്ഛന്മാർക്ക് എന്തോരം ജോലിയുണ്ട്. എല്ലാരും വിളിക്കുമ്പോഴൊക്കെ പോകണ്ടേ ഓരോ ആവശ്യത്തിന്. ഒരച്ഛനോ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, അച്ഛന്മാരില്ല. 12 ഗ്രാമങ്ങളിലായിട്ട് ആൾക്കാർ കിടക്കുന്നത്. അവിടെ എല്ലായിടത്തും പോകണം, പഠിക്കാനുള്ള എല്ലാം തന്നെ അച്ഛൻ തന്നെ വായിക്കണം. ഒരു വലിയ ഭാരമാണ്. അവിടെ ആരും വന്നില്ല. ഞാനൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആരെങ്കിലും വരുന്നത്. എന്നെ ഞാൻ പറയും ഒരാളിപ്പോ അമ്മനെ കാണാൻ വരുമെന്ന് പറയും. എന്നെ കാണാൻ ആരും വരാനാന്ന്, എന്നെ കാണാൻ ആരും വരികയല്ലെന്ന്. എന്റെ മക്കളെങ്ങാനും ഒന്ന് വന്നാലല്ലേ ഉള്ളൂ. നിങ്ങളെല്ലാരും അമ്മയുടെ മക്കളാ അല്ലേ? മക്കള് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ ഓടി വരും. ഓടി വന്ന് കുടിക്കാനും കുളിക്കാനും എല്ലാത്തും നമ്മൾ പോയി വെച്ചേക്കണം. നമ്മളെന്തോരം വെള്ളം ചോന്നിട്ടുള്ളതല്ലേ. നേരത്തെ വെള്ളം ചോന്നിട്ടുള്ളതാ. 2-3 മാസത്തേന് വെള്ളത്തിന് കൂടുതൽ ചെലവുള്ള സമയം.
എല്ലാ കാര്യത്തിലും സമയമൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് ഇപ്പം നമ്മളിവിടെ പ്രത്യേകിച്ച് വെള്ളം പറ്റാറുള്ള സ്ഥലങ്ങളല്ലേ. ആ ഇവിടെ വെള്ളം പറ്റുന്ന ആ തിരുവാലയിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ സ്ഥലത്ത് വെള്ളം ഉണ്ട്. ഇവിടെ സാവിച്ചേട്ടായിക്ക് വെള്ളം പറ്റുന്നതാ. പിന്നെ പിന്നെ റീചാർജ് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല. ഏറ്റവും നല്ല പരിപാടി അവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. മഴവെള്ളം റീചാർജിങ്. ആ അവരും ചെയ്തിട്ടുണ്ട്. വാട്ടർ ഹാർവെസ്റ്റ് വെള്ളം അല്ല മഴവെള്ളം മഴവെള്ളം നമ്മൾ പൈപ്പ് വെച്ച് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിവിടെ പ്രശ്നമില്ലല്ലോ. നേരെ കണക്റ്റോട്ട് പോയില്ല, അവിടെ കുഴി കുത്തിയിട്ട് നമ്മൾ കുഴി കുത്തിയിട്ടിട്ട് അതിനകത്ത് ഫിൽറ്റർ ചെയ്യുന്നു. ഇവർ ചിലർ ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് കരിയില നിറച്ചിട്ട് അങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ സാധനം പറ്റിയിട്ടില്ല. ചട്ടക്കരി വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. വീടനുസരിച്ച് എല്ലാവരുടെയും അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. എപ്പോഴും നമ്മുടെ വെള്ളം അങ്ങോട്ട് തന്നെ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പരപ്പുറത്തെ വെള്ളം എത്ര ലിറ്റർ വെള്ളം അറിയാം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ. ഒരു മഴ കഴിഞ്ഞാൽ രണ്ടാമത്തെ മഴ ഏറ്റവും നല്ല വെള്ളമാണ്. വെള്ളമാണ് ഏറ്റവും ശുദ്ധിയായ വെള്ളം. ഇപ്പം പൊല്യൂഷൻ ആയതുകൊണ്ട് ആ വെള്ളം ശരിയല്ല. ഒരു 2 മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നല്ല വെള്ളം അടുപ്പിച്ച് വീഴുന്ന മഴയാണെങ്കിൽ. ആദ്യത്തെ മഴയ്ക്കുമ്പോഴും പ്രശ്നങ്ങളായിരിക്കും. പണ്ട് മുഴുവൻ മഴവെള്ളം പിടിച്ചു വെച്ചല്ലേ പരിപാടിയില്ല. പടിഞ്ഞാറാണ് ഞങ്ങൾ താമസിച്ചിരുന്നപ്പോഴും അവിടെ കിണറ കുത്തിയ വെള്ളമില്ലല്ലോ. അവിടെ മുഴുവൻ അപ്പുറത്തെ ഓലി പോയി കോരുന്നു, പിന്നെ തെളിക്കുന്ന പോകുന്നു. അങ്ങനെ വെള്ളം ഒത്തിരി അമ്മ ചുമന്നിട്ടുള്ള അല്ലേ? ഒത്തിരി വെള്ളം ചുമന്നിട്ടുള്ളതല്ലേ? ഒത്തിരി വെള്ളം ഒത്തിരി ചുമന്നിട്ടുള്ളതല്ലേന്ന് ഒന്നും തിരിയല്ല. ഇവിടെ മറ്റേ മഞ്ഞളും ഇഞ്ചിയൊക്കെ ഇടാൻ അതിനകത്ത് ഒഴിക്കാനൊക്കെ വെള്ളമൊക്കെ ഇറക്കി എടുക്കുന്നത് ഞാൻ തോന്നുന്നു. തിരിഞ്ഞ് കിട്ടിയത് എല്ലാ സമയത്തും പറഞ്ഞ എല്ലാ സമയത്തും പറഞ്ഞാൽ തിരിഞ്ഞു കിട്ടില്ല. അമ്മ എന്നാൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങും കേട്ടോ. ആ ഈ സമയം കേട്ടുമ്പോൾ വരാം. നോക്കട്ടെ, 2 ദിവസം കൂടെ കളവയ്ക്കാനോടെ അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞ ഇടയ്ക്ക് വരും പോകുന്നതിനും പോലും 2 വണ്ടിയൊന്നുമില്ല, ഒരു വണ്ടിയേ ഉള്ളൂ. അടിയിൽ ലോക്ക് എടുത്താൽ ഇവിടെ ലോക്ക് അതല്ല. ടാറ്റ കൊടുക്കാം. അവിടെ വണ്ടി കിടക്കുന്നു. അവര് വന്ന വണ്ടിയാ. ചാക്കപ്പുരം വണ്ടി കിടക്കുന്നുണ്ട്, കാണത്തില്ല. ടാറ്റ കൊടുത്തേ. ടാറ്റ. പോകുന്നതിനും പോരും കേട്ടോ. ശരിയായിരിക്കട്ടെ. വീട്ടിലെ പട്ടീനെ അമ്മ നോക്കുന്നില്ലേ? അമ്മ നോക്കുന്നില്ലേ? അമ്മക്ക് ഇഷ്ടമില്ലായിരുന്നു. നിങ്ങളെ മനസ്സിലായി. നോക്കി അവിടെ നിൽക്കുന്നുണ്ടോ? മനസ്സിലായിട്ട് കിട്ടുന്നില്ല. എന്താ നോക്ക്, നിങ്ങൾ മനസ്സിലായില്ലെന്ന് അറിയട്ടെ. നുണയുന്നുണ്ടോ? വരുവാ കണ്ടോ അറിയാം. ദൈവമേ, എന്നിട്ടാ നോക്കാതെ പോവുകയാണ് 2 കൂടെ. അമ്മക്ക് ഇഷ്ടമില്ല. അമ്മക്ക് ഇഷ്ടമില്ലാത്ത അവിടെ മിടുക്കനായിരുന്നു. മിടുക്കനായി. വണ്ണം വെച്ച് കൊടുക്കണം. ഇവിടുത്തെ ആടിയൊക്കെ നിറച്ചിട്ടുണ്ടല്ലേ? ഇല്ലില്ല, അതാ കൂടെ മാറി വരുന്ന കൂടെ പൊഴിഞ്ഞു വരും. അല്ല, അത് മുകളിൽ നിന്ന് കറുത്ത വരുന്നുണ്ട്. നന്നായിട്ടില്ലേ? നന്നായിട്ട്. അല്ല, കറുപ്പ് പുറക്കെ വരുന്നുണ്ട്. പുതിയ കൂടെ വരുന്നത് മുതുകത്ത് വരുന്നുണ്ട്, കറുത്ത് വരുന്നുണ്ട്. ജാക്കേ ഇത് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക. ജാക്കേ ഇല്ലെന്നേ അവരെ നോക്കുക. നിങ്ങൾ ഫോണ തന്നെ നോക്കി നിൽക്കുകയാണ്. ജാക്കേ ഡാ, ആരത്? ആരാടാ? ജാക്കേ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കണേ. ആരാത് വന്നത്? പട്ടിയുടെ സ്നേഹം കണ്ടോ? പുറകോട്ട് വീടരുത്, മോനെ ഉറപ്പിച്ചതാ. പട്ടി അവരെ നോക്കി നിൽക്കുന്നു. അതെ പോവാ അവരാ ജോലിയാണ്. അമ്മയ്ക്ക് കഞ്ഞിയും കറിയൊന്നും വെച്ചിട്ടില്ല. ഉച്ചത്തേക്കുള്ള കഞ്ഞിയും കറിയൊന്നും വെച്ചിട്ടില്ലെന്ന്.
അവിടുത്തെ വീട്ടിലേ അവരിപ്പോൾ താമസിക്കണേ. ദേ ഇവിടെ അടുത്താ, ഇവിടെ അടുത്താന്നേ. ആണോ? ആ അത് ശരി. വീടെല്ലാവരും ഇവിടെ അടുത്താണ്. ഇവിടെ അടുത്താ, ശ്രീരാമൃത്താ. അവന്ന് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ജാക്കേ അതിനെല്ലാം എടി ജാക്കേ, അവര് പോയി, നീ അങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ. അവര് നിന്നെ കൊണ്ടുപോയല്ലടാ, ഉപേക്ഷിച്ചതാ. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഉപേക്ഷയായിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നടാ. അവരെ കൊണ്ടുപോകാനാ? അല്ലെന്നേ അവര് വന്നിട്ടേ അവിടുന്ന് കൊണ്ടുവന്ന പട്ടിയല്ലേ, അപ്പം അവര് വന്നിട്ട് പോയപ്പോൾ അവന് സങ്കടം. കൊണ്ടുപോകാൻ വന്നാൽ ആ കുഞ്ഞുനാളെ പോലെ അവനെ നോക്കിക്കൊണ്ടിരുന്നല്ലേ. ഈ വണ്ടി എന്താ കൊണ്ടുപോകണം? അത് നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്താൽ പോരെ. ആവശ്യം വരുമ്പോൾ എടുത്താൽ പോരെ. അല്ല, അവർ കൊണ്ടുപോകണം എന്താന്ന്? ആര്? അതിൻ്റെ കൂടെ അത് കൊടക്കാർ നമ്മുടെ വണ്ടിയല്ലേ അത്? നമ്മളാണ്. അത് എലിക്കുട്ടിയുടെ വണ്ടിയാ. എന്താ പറ്റാറ്? എലിക്കുട്ടിയുടെ അല്ലേ? പിന്നെ ആരുടെ വണ്ടിയത്? ആടങ്ങടയായിരിക്കും. ആ ആണങ്ങട. റോട്ട് മാറുമ്പോൾ വേരേക്കാരും. ആ ഇല്ല, പുറകോട്ട് മാറുന്നില്ല. ഞാൻ പോര്. ആ ഞാൻ അവിടെ വന്നോണ്ടാ. ആ അവിടെ വന്നുകൊണ്ടാ പറഞ്ഞതാ. പറയേണ്ട കാര്യങ്ങൾ പിന്നെ പറയണ്ടല്ലേ അമ്മേ? പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? പിന്നെ ആ അങ്ങോട്ടെങ്ങാനും മാറി വല്ല വീട് കാലങ്ങ മാറ്റി വെച്ചാൽ പോരെ. ആ വീഴും, പഴയ പരിപാടി. കാലോ കൈ ഒടിയാൻ അത് പോരെ അല്ലേ? അമ്മയ്ക്കറിയാം അമ്മയോട് എത്ര സൂക്ഷിച്ച് പ്രായക്കുറവാണല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. സംഭവിക്കേണ്ടത് എപ്പോഴാണ് എന്നാന്നൊന്നും അറിയത്തില്ല, ആർക്കും പറയാൻ പറ്റിയല്ല. അതെ. ഒക്കെ ഈശോയുടെ കയ്യില. ഈശോയുടെ ശുദ്ധീകരിച്ച് നാരങ്ങ അമ്മയ്ക്ക് കൊടുത്തൂടാ. മറന്നുപോയി, വെള്ളം കുടിക്കാൻ മറന്നുപോയി. ഇനി അത് വരുമെന്ന് അച്ഛനാ? അച്ഛനും പറ്റും. ആ അച്ഛനെ ഇപ്പോൾ പോകുന്നതിന് മുമ്പ് വരും. അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ വരും കേട്ടോ. ഈ അച്ഛൻ ഇനി എന്നാ വരുന്നത് ചോദിക്കാൻ പറ്റിയില്ലെന്ന്. ആ വരും, ഒന്നും കൂടെ വരും, ഒന്നും കൂടെ വരും. അച്ഛനോ? ആ ഒന്നും കൂടെ വരാന്നാ പറഞ്ഞേക്കണേ. അതെന്നാ? ചുമ്മാ നമ്മളെ കാണാൻ. ഇപ്പൊ അങ്ങ് പോകുന്നതിന് മുമ്പേ പുറത്തേക്ക് പോവോ? ആ അവിടെ ഡൽഹിയിലാ, ഡൽഹിയില്. അവിടെയാണ്. ഇല്ല യു പി. ആണെങ്കിൽ പിന്നെ അകലെയില്ല. അകലമുണ്ട്. ട്രെയിനിലാണ് 3 ദിവസം, ഫ്ലൈറ്റ് കാണാൻ മാത്രമേ ഉള്ളൂ, പെട്ടെന്നില്ലേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചൊക്കെ ഡൽഹിയിലെ ജോലിക്ക് അവർക്ക് വലിയ അകലം. അകലമൊന്നുമില്ല. യൂറോപ്പിലൊക്കെ പോയാലല്ലേ ഉള്ളു അകലം. പുറത്തേക്ക് പോയാലാ. അവരങ്ങോട്ട് നാട്ടിൽ പോകാനാ? അല്ല അവര് വീട്ടിലാ. വീട്ടിലോട്ടാ പോയെ. വീട്ടിലോട്ടാ പോയേ. വീട് എവിടെയാ? വീട് നമ്മുടെ താഴെയല്ലേ, പള്ളിയുടെ താഴെ. പള്ളിയുടെ താഴെയല്ലേ? ഇവിടെയാ? ആ എന്നാലും നമ്മൾ അവിടെ പോയതല്ലേ. വേറെന്നാ പള്ളിയുടെ? അല്ല അതെ, വേറെന്നാ? ഉദിമറ്റത്തിലെ. ഉദിമറ്റം ശരി. രോമയുടെ വീടല്ലേ? രോമയുടെ ആങ്ങളെ അമ്മയും കൂടെ അല്ലേ വന്നേ? അമ്മ എന്നാൾ 2 ട്രിപ്പ് ഇവിടെ വന്നു. നമ്മളൊന്ന് അവിടെ പോയി. ആ അമ്മ ഒന്നും ഓർക്കുന്നില്ല, അമ്മ എല്ലാം മറന്നുപോയി. നമ്മളവിടെ പോയതാ വീട്ടിലേ. അങ്ങോട്ട് പോയതാണോ? ആ നമ്മളവിടെ പോയതാ. വണ്ടിയിൽ നിറച്ച് സാധനങ്ങളുമായിട്ട്. ആ പോട്ടെ, ഇനി അടച്ചിടക്കാം. പോയി. ആ പോട്ടെ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.